friends, welcome to my little world. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ചിക്കൻ കറി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. അപ്പം ഇന്നുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചിക്കൻ, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, മല്ലിപ്പൊടി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് പേസ്റ്റ് പോലെ ആയി പോവരുതേ. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്ത് എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറിക്കഴിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം വഴണ്ടി വരുമ്പോ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് പച്ചമണം മാറിക്കഴിയുന്നത് വരെ മിക്സ് ചെയ്യാം. കയ്യിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, കണ്ടോ? ഇപ്പൊ ആവശ്യത്തിന് ചിക്കനിൽ കുറച്ച് വെള്ളമുണ്ട്. നമുക്കൊരു ചെറിയൊരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി 2 സ്പൂൺ തേങ്ങ, കുറച്ച് പുതിന, കുരുമുളക്, കാഷ്നട്ട്, 2 സ്പൂൺ തൈരും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ അരപ്പ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you for watching. Bye.